ലോങ് വീഡിയോ ഒന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഇൻട്രോ കൊടുക്കാനും എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ തുടരാം. രാവിലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ ട്രെയിനും പിടിച്ച് ഞാൻ ഈ പോകുന്നത് ബാംഗ്ലൂരോട്ടൊന്നും അല്ല. ഇന്നേ വരെ ഞാൻ കാണാത്ത ഒരു സ്ഥലത്തേക്കാണ്. അത് വേറെ എവിടെയല്ല, മുംബൈയിലേക്കാണ് എൻ്റെ യാത്ര. അപ്പോൾ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന മുംബൈയിലേക്ക് ഞാൻ നേരിട്ട് പോവുകയാണ്. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മളത് മുംബൈയിൽ കാല് കുത്തിയിട്ടുണ്ട്. കുറേ നേരത്തെ ട്രെയിൻ യാത്ര കണ്ട് ക്ഷീണിച്ചുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇറങ്ങിയ പാടെ ഒരു വെജ് സാൻഡ്വിച്ച് മേടിച്ച് കഴിക്കാമെന്ന് വെച്ചു. ഇവിടെ ഒന്നും കഴിച്ചില്ല. എനിക്കെന്തോ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാനത് മേടിച്ചതാണ്. അട്ട ഫ്ലോപ്പ് എന്ന് പറയാലോ. ഒരു ടേസ്റ്റും ഫീലിങ്സും ഒന്നും ഇല്ലാത്തൊരു സാധനമായിപ്പോയി. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് അങ്ങനെ ഫ്ലോപ്പായിപ്പോയി. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് നേരെ ഒരു പാർക്കിലേക്കാണ് പോയത്. പാർക്കിൽ ഇരുന്ന് സംസാരിക്കാനും നമുക്ക് കുറേ നേരം സമയം ചെലവഴിക്കാനും കാഴ്ചകളും ഒക്കെ ഉണ്ട്. അടുത്ത് തന്നെ നമുക്ക് ബീച്ച് ഉള്ളത് കൊണ്ട് സമയം പോകുന്നത് തന്നെ അറിയത്തില്ല. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ നമ്മൾ പോയി. അവിടെ അവള് മോമോസും ഞാൻ നൂഡിൽസും ഒക്കെ പറഞ്ഞ് കഴിച്ചു. എവിടെ പോയാലും നമ്മൾ മലയാളികളുടെ ഒരു കട കാണും. അങ്ങനെ അവിടെ നിന്ന് നല്ല ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചു. പിന്നെ മുംബൈക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമായിട്ടുള്ള പാനിപ്പൂരിയും കഴിച്ച് നമ്മൾ റൂമിലേക്ക് വന്നു. നമ്മുടെ റൂമിൽ തന്നെ ഒരു സെറ്റപ്പിൽ ചെറിയൊരു അടുക്കള ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി ഇനി പുറത്തുനിന്ന് ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നല്ല നമ്മൾ പാക്കറ്റ് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവൾ ചുടുകയാണ്. പിന്നെ കറി ഉണ്ടാക്കാൻ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കറി പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തുകയാണ്. എല്ലാ ബാച്ചിലേഴ്സിൻ്റെയും ലൈഫും ഇങ്ങനെ തന്നെയാണല്ലോ. എന്തെങ്കിലും തട്ടിക്കൂട്ടി കഴിച്ചിട്ട് ഉറങ്ങാനായിരുന്നു. രാവിലെ ഉച്ചയ്ക്കും പുറത്തുനിന്നായത് കൊണ്ട് തന്നെ ഇതും പുറത്തുനിന്നാണ് എങ്കിലും തന്നെ ഒന്ന് രാത്രി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആക്കിയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സെറ്റപ്പ് ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ പോയ സ്ഥലത്തേക്കല്ല, ഇന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മുംബൈ സെൻട്രലിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടുത്തെ നല്ല രീതിക്ക് കാണാനും കാഴ്ചകളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ അങ്ങ് നിന്നങ്ങ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കുറേ ആളുകളും ആശ്രയിക്കുന്നത് ട്രെയിനിൽ തന്നെയാണ്. നമ്മൾ പുറത്തുള്ള പോലെ ബസ് ഓട്ടോ പിടിച്ച് പോകുന്നതിനേക്കാളും ഭൂരിപക്ഷം ആൾക്കാരും ട്രെയിനിലാണ് അവരുടെയൊക്കെ ഒരു ജീവിതം. രാവിലെ തന്നെ ഇടിച്ചു കുത്തിയ ആൾക്കാരായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ഓരോ തിരക്ക് കുറയട്ടെ എന്ന് വിചാരിച്ച് അവിടെ മാറി മാറി നിൽക്കുമായിരുന്നു. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ എവിടേക്കോ സിനിമയിൽ കണ്ട ഓരോരോ സ്ഥലങ്ങളല്ലേ എന്നൊക്കെ വിചാരിക്കുമായിരുന്നു. പിന്നെ അവിടുത്തെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ആ മുംബൈയിൽ നമ്മൾ എങ്ങനെയാണോ എക്സ്പെക്ട് ചെയ്തത് അതുപോലെയൊക്കെ തന്നെയാണ്. വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ്, സഹിക്കത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിലും കുടയൊന്നും എടുക്കാണ്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇടയ്ക്ക് മടുക്കുമ്പോൾ പിന്നെ ടാക്സി പിടിക്കും, പിന്നെ ട്രെയിൻ യാത്ര. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തായിട്ട് ഈ മാമ്പഴങ്ങളുടെ വെറൈറ്റിയിൽ നല്ല ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ എന്നാ ടേസ്റ്റ് ആണെന്നറിയാം. ഈ ചൂടത്ത് അത് കുടിക്കാൻ. അത് നമ്മൾ വീണ്ടും തപ്പിപ്പിടിച്ചൊരു മലയാളിക്കട എത്തി. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയുന്നുണ്ട് ഇവിടെ എല്ലാം LPGയുടെ പ്രശ്നം നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും കറികളിൽ ഒതുക്കി. അല്ലായിരുന്നെങ്കിൽ നല്ല നല്ല കറികളും ഉണ്ടായിരുന്നതിന്, റേറ്റും കുറവായിരുന്നതിന്. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ നാട്ടിലൊരു ഊണ് കിട്ടുമ്പോൾ അത്രയും ആശ്വാസം തന്നെയല്ലേ. അപ്പോൾ ഇനി ബാക്കി മുംബൈയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇനിയിപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.